യോട് പെരുമാറാൻ പാടില്ലാത്ത രീതിയിലാണ് ഇന്നലെ ചില പെരുമാറ്റങ്ങൾ ബി.ജെ.പി. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ നെട്ടയം മലമുകളിൽ നടന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സംഘർഷമുണ്ടായ സ്ഥലത്താണ്. ഇവിടെ 9 മണിയോടുകൂടിയാണ് നമുക്ക് അങ്ങനെ ഒരു സംഘർഷം ഇവിടെ നടന്നിട്ടുണ്ട് എന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നത്. അതിനുശേഷം നമ്മുടെ റിപ്പോർട്ടറായ മേഘന മുരളി ഇവിടെ നിന്ന് ഈ സംഘർഷം നടന്ന സ്ഥലത്തേക്ക് റിപ്പോർട്ട് ചെയ്യാനെത്തി. അതിനുശേഷം ഇവിടെ നടന്ന സംഭവങ്ങളുടെ ആദ്യ ചിത്രം, അത് പ്രാഥമിക വിവരം, ഇരുപക്ഷത്തിന്റെയും വാദങ്ങൾ കേട്ട് ബി.ജെ.പിയുടെ വാദങ്ങൾ കൃത്യമായി പറഞ്ഞാണ് നമ്മൾ ഇത് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് അവതരിപ്പിച്ചത്. അതിനുശേഷം സംഘടിച്ച അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സംഘടിച്ച ബി.ജെ.പി. പ്രവർത്തകരാണ് നമുക്കെതിരെ ഈ രീതിയിൽ, അല്ലെങ്കിൽ മേഘന മുരളിക്കെതിരെ ഈ രീതിയിൽ ചില കയ്യേറ്റ ശ്രമങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയത്. പ്രത്യേകിച്ച് ഈ അവിടുത്തെ പുരുഷ പ്രവർത്തകരടക്കം മേഘനയ്ക്ക് നേരെ ആക്രോശിച്ചടുക്കുന്നതടക്കം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ശേഷമാണ് ചില വനിതാ ബി.ജെ.പി. പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് വരികയും ഈ രംഗം ശാന്തമാക്കുകയും ചെയ്തത്. മറ്റു മാധ്യമ പ്രവർത്തകർ ഇടപെട്ട് അക്കാര്യത്തിൽ മേഘനയെ ആ ഭാഗത്ത് നിന്ന് മാറ്റുകയായിരുന്നു. അതിനുശേഷവും ബി.ജെ.പി. പ്രവർത്തകരുടെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടത് ഇന്നലെ ഈ സംഘർഷങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്, അതായത് ഒരു ബി.ജെ.പി. പ്രവർത്തകന്റെ ഭാര്യ തനിക്കെതിരെ നഗ്നതാ പ്രദർശനം നടത്തി എന്ന് വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകുന്നു. അതിനുശേഷം ഈ CPM പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഇയാളെ ഈ പരാതി നൽകിയ ഈ സ്ത്രീയുടെ ഭർത്താവായിട്ടുള്ള ബി.ജെ.പി. പ്രവർത്തകനെ തടഞ്ഞു വെച്ചു എന്ന് ആരോപിച്ചാണ് ബി.ജെ.പി. പ്രവർത്തകർ സംഘടിച്ച് ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് എത്തിയത്. അതിനുശേഷം നമ്മളിവിടെ കണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈവിട്ടുപോയ സംഘർഷമായിരുന്നു. പ്രത്യേകിച്ച് ആ ദൃശ്യങ്ങളിലടക്കം നമ്മൾ കണ്ടതാണ്. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തല പൊട്ടി ചോരയൊലിച്ച് അയാളുമായി ആശുപത്രിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളുണ്ട്. പരസ്പരം ഈ വിറക് കഷ്ടമടക്കമുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യുദ്ധസമാനമായ സാഹചര്യം എന്നൊക്കെ പറയുന്നത് പോലെ ഇരുഭാഗങ്ങളായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്നതടക്കം നമ്മൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അതിനുശേഷം ബി.ജെ.പിയുടെ പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് FIR നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിൽ ബി.ജെ.പി. കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വട്ടിയൂർക്കാവ് പോലീസിൽ ഈ സംഘർഷത്തിന്റെ ഭാഗമായി വട്ടിയൂർക്കാവ് പോലീസിനെ ആക്രമിച്ചതിന്റെ ഭാഗമായാണ് ആദ്യത്തെ കേസ്. സ്വമേധയാ എടുത്ത കേസിൽ ബി.ജെ.പി. പ്രവർത്തകർ ഉൾപ്പെടെ 15ഓളം പേരും കണ്ടാലറിയാവുന്ന 40ഓളം CPM പ്രവർത്തകരുമാണ് പ്രതികളായി ചേർത്തിട്ടുള്ളത്. ആയുധം ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ചെന്നാണ് ഈ FIR-ൽ പറയുന്ന കാര്യം. ബി.ജെ.പി. പ്രവർത്തകരിൽ ഒരാൾ വട്ടിയൂർക്കാവ് CIയെ മർദ്ദിച്ചു. കൂടാതെ SCPO ദീപുവിന്റെ തലയിൽ കല്ലുകൊണ്ട് CPM പ്രവർത്തകർ പരിക്കേൽപ്പിച്ചു. SCPO ഷിബുവിന്റെ മുഖത്ത് വിറക് കഷ്ടം കൊണ്ട് അടിച്ചെന്നും ഈ FIR-ൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കേസ്, ഈ സംഘർഷത്തിന് പിന്നാലെ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ ബി.ജെ.പി. നടത്തിയിട്ടുള്ള വലിയ പ്രതിഷേധം നടന്നിരുന്നു. അപ്പോഴാണ് ഈ മേഖലയ്ക്കെതിരെ അടക്കം അങ്ങനെ ഒരു ആക്രോശ ശ്രമവും കയ്യേറ്റ ശ്രമവും ഒക്കെ ഉണ്ടായത്. അതിൽ തന്നെ ആ രണ്ടാമത്തെ കേസിൽ ഈ പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, ബി.ജെ.പി. കൗൺസിലർമാർ ഉൾപ്പെടെ ഏതാണ്ട് 100ഓളം ബി.ജെ.പി. പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വെലിവിള കൗൺസിലർ ഗിരി, കാഞ്ഞിരമ്പാറ കൗൺസിലർ സുമി ബാലു അടക്കം കണ്ടാലറിയാവുന്ന 100ഓളം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ പോലീസിനെ ആക്രമിച്ച കേസിൽ ആയുധം ഉപയോഗിച്ച് മാരകമായി ആക്രമിക്കൽ, അന്യായമായി സംഘടിക്കൽ, ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടെ ആക്രമിക്കൽ തുടങ്ങിയ വകുപ്പുകൾ, ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്.